നമ്മുടെ ദളപതിയുടെ ജനനായകനിൽ ഒരു പാട്ടിറങ്ങി ഇപ്പോൾ അതിങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കാനായിട്ട് മറ്റൊരു സംഭവം കൂടി എത്തിയിരിക്കുകയാണ്. ദളപതി വിജയുടെ മകൻ്റെ സിനിമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ദളപതി വിജയുടെ മകൻ സഞ്ജയിനെ കുറിച്ച് എപ്പോഴും വാർത്തകൾ നിറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സഞ്ജയ് അങ്ങനെ മീഡിയയുടെ മുമ്പിലൊന്നും അധികം വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും എപ്പോഴും പ്രതീക്ഷിക്കും വിജയുടെ മകനും സിനിമയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. നമുക്കറിയാം പണ്ട് വിജയുടെ സിനിമയിൽ വേട്ടക്കാരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ട് സീനിലൊക്കെ വന്ന് ഇപ്പോഴും നമുക്കറിയാം നടിച്ചാൽ ആ തൂങ്ങമാട്ടെ ആ പാട്ടൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. പിന്നീട് നമ്മൾ കേട്ടു പുറത്ത് പഠിക്കാനൊക്കെ പോയി, ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോയി, അങ്ങനെ പല പല ന്യൂസുകൾ. പക്ഷെ അപ്പോഴൊക്കെ അധികം വിജയുടെ മക്കളെ കുറിച്ചൊന്നും മീഡിയയുടെ ഒന്നും അധികം വിജയ് കൊണ്ടുവന്നിരുന്നില്ല. നമ്മളധികം അത്ര പരിചിതമല്ല ഇവരെ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാർത്ത ഉണ്ടായിരുന്നു, വിജയുടെ മകനെ അഭിനയിപ്പിക്കാനായിട്ട് അൽഫോൺസ് പുത്രൻ, അത് വിജയ് തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്. അതായത് പ്രേമം സിനിമയുടെ ഡയറക്ടർ ഒരു കഥ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ വിജയ് വിചാരിച്ച് വിജയുടെ കഥ പറയാനാണ്, പക്ഷെ വന്നത് മകനെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കഥയൊക്കെ വന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ വിജയ് പറഞ്ഞിരുന്നു. പിന്നെ കേൾക്കുന്നത് നമ്മൾ ഈ മകൻ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു, ഫിലിം മേക്കിംഗ് പഠിക്കുന്നു, അവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അങ്ങനെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെയാണ് ഒരു വർഷം മുമ്പാണ് അനൗൺസ്മെൻറ്റ് വന്നത്. അത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സിനിമ. അതിൽ സന്ദീപ് കിഷൻ എന്ന് പറയുന്ന നമുക്കറിയാം ഒരു യുവനടൻ, ഇപ്പോൾ റായൻ, മാനഗരം, ഈ സിനിമയിലൂടെയാണ് നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയം. അദ്ദേഹം ഒരു തെലുങ്ക് നടനാണ്, തെലുങ്കിലും തമിഴിലൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. തെലുങ്കിലൂടെയാണ് വന്നത്. അദ്ദേഹത്തിനെയാണ് നായകനാക്കിയിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് നമുക്കറിയാം ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനികളിലൊന്നാണ്. അവരാണ് അന്ന് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ആ സിനിമയുടെ ടൈറ്റിലും അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. സിഗ്മ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അപ്പോൾ ഇത് എന്ത് തരം സിനിമയാണ്, എങ്ങനെയാണെന്നുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇതൊരു ചർച്ചകളൊക്കെ നടക്കുന്നത് ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഒരു ലുക്കും ഇത് നായകൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ തമനാണ് മ്യൂസിക്. തമൻ നമുക്കറിയാം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്സ്, അടിപൊളി മ്യൂസിക്, പ്രത്യേകിച്ച് തെലുങ്കിലാണ് ഇപ്പോൾ തമൻ കൂടുതൽ. തെലുങ്കിലൊക്കെ എത്രയോ ഹിറ്റ്, അതായത് തമൻ്റെ ഒരു മ്യൂസിക് ഇപ്പോൾ നമുക്ക് അനിരുദ്ധ് എന്ന് പറയുന്ന പോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് തമൻ. അപ്പോൾ തമനാണ് അതിൻ്റെ മ്യൂസിക്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് സിനിമ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും വിജയ് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി വളരെ സജീവമായിട്ട് ഇപ്പോൾ പൊളിറ്റിക്സിൽ എന്താ പറയുക ചർച്ചകളിലും വിവാദങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കൂടെ ജനനായകൻ എന്ന് പറയുന്നൊരു സിനിമ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമ, അതാണ് വിജയ് പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങുന്ന മുമ്പ് വിജയുടെ അഭിനയത്തിൽ ഇടവേളയാണോ അതോ അഭിനയം പൂർണ്ണമായിട്ട് നിർത്തുമോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലമായിട്ട് വിജയുടെ അവസാനത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാണ് ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വിജയുടെ മകൻ ഈ പറഞ്ഞ സിനിമാ രംഗത്തേക്ക് അഭിനയമല്ലെങ്കിലും സംവിധാന രംഗത്തോട്ട് കാലെടുത്ത് വെക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിജയുടെ മകൻ അന്ന് നമുക്ക് പറയാം ലിയോ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ മാത്യു ആണ് ആ റോളൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു വിജയുടെ വിജയുടെ ഒരു മകനായിട്ട് വേണമെങ്കിൽ ആ റോള് ചെയ്യാം. ഇപ്പോൾ ഗോട്ട് സിനിമയിൽ വിജയ് തന്നെയാണ് ആ ഒരു വേഷം ഒക്കെ അറിയാം. എയിൽ വിജയനെ ഒരു 20 വയസ്സുകാരനൊക്കെ ആയിട്ടൊക്കെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ശരിക്കും ആ ഒരു റോള് വിജയുടെ മകൻ അഭിനയിക്കുന്നു, സഞ്ജയ്ക്ക് അഭിനയിക്കാമായിരുന്നു എന്നാണ് പല ചർച്ചകളും ഫാൻസൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ സന്ദീപ് കിഷൻ ശരിക്കും പറഞ്ഞാൽ ഈ സഞ്ജയ്ക്ക് വിചാരിച്ചാൽ ഏതൊരു സ്റ്റാറിനെ വേണമെങ്കിലും കിട്ടും. വേണമെങ്കിൽ അച്ഛനെ തന്നെ നായകനായിട്ട് അഭിനയിപ്പിക്കാം. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ സന്ദീപ് കിഷൻ അദ്ദേഹം ഒരു താരമാണെങ്കിൽ കൂടിയും ഈ മറ്റുള്ള മുൻനിര താരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ടാം നിരയിലൊക്കെ നിൽക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചിട്ടാണ് ആദ്യ സിനിമ തുടങ്ങുന്നത്. ചിലപ്പോൾ അത് മതി എന്ന് വിചാരിച്ചായിരിക്കും അത്ര വലിയൊരു ഹൈപ്പിലേക്ക് പോകണ്ട. ചിലപ്പോൾ വിജയോ അല്ലെങ്കിൽ ഒരു അജിത്തോ സൂര്യയൊക്കെ പോലെ വലിയൊരു സ്റ്റാറിനെ വെച്ചാണ് സഞ്ജയ് സിനിമ തുടങ്ങണമെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഹൈപ്പായിരിക്കും. അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പാളിപ്പോവാം. 24 വയസ്സേ ഉള്ളൂ സഞ്ജയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ കിട്ടും. പാട്ടുകളൊക്കെ ഇനി ഇറങ്ങുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു അച്ഛൻ്റെ ഒരു പാത പിന്തുടർന്ന് മകൻ ഇനി സംവിധാനത്തിൽ ഏത് രീതിയിലായിരിക്കും. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.